ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു താളുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു താളുകറിയാണിത്. ഈ താളുകറി ഉണ്ടെങ്കിൽ ചോറ് പാത്രം കാലിയാകുന്നത് അറിയുകയില്ല. ചോറ് കഴിക്കാൻ ഈ താളുകറി മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ താളുകറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള താളുകറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടി ഇതേ സൈസിലുള്ള താള് ഞാനിത് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിടിയോളമുണ്ട്. ഒരു മൂടിൻ്റെ താളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ചീരത്താളാണ്, ചീരച്ചേമ്പാണിത്. ഇത് താളുകറി വെക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് തോരനും വെക്കും. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു തോലുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതൊന്ന് വലിച്ചു കളയണം. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ആദ്യം അതിൻ്റെ സൈഡിലുള്ള വിളുമ്പൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ നാരൊന്ന് വലിച്ച് കളയുക. ഇത് ചീരച്ചേമ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് താളുകറി വെക്കാൻ. ഇതുകൊണ്ട് തോരനും വെക്കും. അപ്പോൾ ഇതുപോലെ ആണ് വൃത്തിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് ഇതുപോലെ എല്ലാം ആക്കി എടുത്തിട്ട് വരാം. അപ്പോൾ രണ്ടാമത്തെ തണ്ടും ഞാൻ എടുത്ത് വൃത്തിയാക്കിയാണ്. അതിൻ്റെ തുമ്പിൽ നിന്ന് കട്ട് ചെയ്ത് ആ തോല് ഭാഗം മാത്രം ഒന്ന് വലിച്ചു കളഞ്ഞാൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഒന്ന് നീറ്റാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ മൊത്തം ഞാൻ തോലെല്ലാം വലിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊലിയാണ് ഇത്. നമുക്ക് കളയാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ആൾറെഡി കഴുകിയതായതുകൊണ്ട് ഇനി ഞാൻ കഴുകുന്നില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു 1/2 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചേമ്പിൻ്റെ തണ്ട് ഞാൻ മൊത്തവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേമ്പിൻ്റെ ഇലയും കൂടി ഒന്ന് അരിഞ്ഞിടാം. ഇതെല്ലാം കൂടി ഒരു കൈപ്പിടിയിൽ ഒതുക്കിയതിന് ശേഷം വീതിയുള്ള ഇലയായതുകൊണ്ട് നമുക്ക് നെടുകെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താളിൻ്റെ തണ്ടൊന്ന് ഒരു ഭാഗത്തേക്ക് നീക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇതിന് നെടുകെ 2-3 പ്രാവശ്യം ഒന്ന് കീന്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വീതിയിലൊന്ന് അരിഞ്ഞിട്ടാൽ മതി. വളരെ ചെറുതായിട്ടൊന്നും അരിഞ്ഞിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇലയും അരിഞ്ഞിട്ട് കഴിഞ്ഞു. ഇനി ഇത് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിത് കഴുകിയാണ് എടുത്തത്. ഇനി നമുക്കിത് താളുകറി വെക്കാനായിട്ട് തുടങ്ങാം. ചെറിയ മൺചട്ടിയിലോ കലത്തിലോ താളുകറി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിവിടെ ചെറിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്. കറിച്ചട്ടിയിൽ കുറച്ച് വെള്ളവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ താളുകറിക്ക് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഇലയും തണ്ടും എല്ലാം ഒത്തങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ താള് മൊത്തവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവട്ടെ. പെട്ടെന്ന് വെന്ത് കിട്ടും ഇത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഇതൊന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഒരു പുളിവെള്ളം തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ കുറച്ച് വാളംപുളി എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഞെരടിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞെരടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിവെള്ളം നമുക്ക് നേരെ നമ്മുടെ താളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ താള് ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ പുളിവെള്ളം താളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അടച്ചു വെച്ച് താളൊന്ന് വേകുന്നതിനിടയ്ക്ക് ഇതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി തോലെല്ലാം കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണിൽ ഒരു 3 സ്പൂണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടീസ്പൂൺ കണക്കാണെങ്കിൽ 2 ടീസ്പൂൺ വരും കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ താളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറും കൂടി കഴുകി അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ ഉള്ളിയൊക്കെ നന്നായിട്ട് അരഞ്ഞു ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇറക്കാൻ നേരത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് സ്പൂണിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരി, നമ്മുടെ ചോറിനൊക്കെ വെക്കുന്ന അരിയില്ലേ, അത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ ഇത് അരി ഒന്ന് ചൂടാവുമ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് അരി നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതാ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നേരെ നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ച അരി അത്രയും ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ വറുത്ത് പൊടിച്ച അരിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ തിളച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുമ്പോൾ കുറുവി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. കാരണം ഒരു വളരെ തിക്കുമല്ല വളരെ ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ കറി ആക്കി എടുക്കേണ്ടത്. കൂടെ ഞാൻ നിന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് കുറുവി കിട്ടിയിട്ടുണ്ട്. കറി ഒന്ന് തിളച്ച് ആ അരിയൊക്കെ ഒന്ന് വെന്തപ്പോൾ നന്നായിട്ടൊന്ന് കുറുവിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതാ 1 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മണത്തിനും നല്ല ടേസ്റ്റിനും വേണ്ടി കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ കറക്റ്റ് കുറുവലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ തിക്കുമല്ല വളരെ കുഞ്ഞുമല്ലാത്ത ഒരു പരുവത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വറുക് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക.
പാൻ ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ കടുക് താളിച്ച് ഒഴിക്കണം കേട്ടോ, അതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ചുവന്ന ഉള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകും കൂടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഈ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഉള്ളി ചെറുതായിട്ടൊന്ന് കളർ ആവുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നേരെ നമ്മുടെ താളുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ വറുക് താളിച്ചത് നമ്മുടെ താളുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറുക് താളിച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള താളുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. ചോറ് പാത്രം കാലിയാകുന്ന വഴി അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നല്ല മണവുമാണ് വെച്ചെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഏതുതരം താളിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ ചീരത്താളിനാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നോക്കിയേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള താളുകറി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള താളുകറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ആ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്